ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാം സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. സങ്കീർത്തനം 118:23 വാക്യം. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന് സ്തോത്രം. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിനും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്. ദൈവമക്കളെ, നമുക്ക് മറ്റൊന്നും ഈ ലോകത്തിൽ പോഴുവാനില്ല. നമുക്ക് എല്ലാ മഹത്വവും ദൈവത്തിനല്ലാതെ മറ്റാർക്കും അർപ്പിക്കാനില്ല. നമ്മുടെ ഓരോ ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിലൊക്കെ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് താങ്ങും തണലുമായി നിന്ന ആ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മറ്റൊരു നാമവുമില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമമല്ല മറ്റൊരു നാമവുമില്ല. ആശ്വാസവും ഉറപ്പും ധൈര്യവും പ്രചോദനവും പ്രതീക്ഷയൊക്കെ നൽകുന്ന ദൈവം. അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അവനിൽ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് വേണ്ടുന്ന പ്രോത്സാഹനം തരുന്ന ദൈവമാണ്. ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹമൊക്കെ നമുക്കതിന് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. എത്ര സ്തുതിച്ചാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അവൻ്റെ പാദപീഠം നമുക്കായിരിക്കാം. സകല മഹത്വവും സകല പുകഴ്ചയും എല്ലാം നമുക്ക് ദൈവത്തിന് നൽകാം. അവൻ്റെ പാദപീഠം നാം താഴ്ത്തി കൊടുക്കാം. നമ്മെ ജീവനോട് ശേഷിപ്പിച്ച ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നന്ദിയല്ലാതെ ഒന്നും പറയാനില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ നാം പുറകോട്ട് നിന്ന് ഇറങ്ങി ചിന്തിക്കുമ്പോൾ അനേക കഷ്ടങ്ങളിലൂടെ നമ്മെ കടന്നു പോയപ്പോൾ, അനേക പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ആ വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിനെ നമുക്ക് നന്ദി പറയാം. നന്ദിയല്ലാതെ ഒന്നും പറയുവാനില്ല. സ്തോത്രം. നമുക്ക് ഈ നാളുകൾ അവൻ്റെ പാദപീഠം നമുക്ക് താഴ്ത്തി കൊടുക്കാം, സമർപ്പിക്കാം. ആമേൻ. സ്തോത്രം. ഈ വായിച്ച ഓരോ വചനഭാഗവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും അനുഗ്രഹമാകട്ടെ. അതിനുവേണ്ടി നമ്മൾ താഴ്ത്തി കൊടുക്കാൻ സമർപ്പിക്കാം. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സ്തോത്രം. പലരും നമ്മെ തള്ളിക്കളയുമ്പോൾ, പലരും നമ്മെ കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും അവിടെ എല്ലാം നമുക്ക് താങ്ങായി തണലായി സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഇരുന്നു. ആ വീണ്ടെടുപ്പുകാരനെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മളെ സ്തോത്രം ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ കണ്ടില്ല എന്ന് നടിച്ചാലും സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി ഉത്തരം തരുന്ന കർത്താവാണ്. ആ ദൈവത്തിൻ്റെ പാദപീഠം നമുക്കായിരിക്കാം, സമർപ്പിക്കാം. ഈ വചനം നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വചനത്താൽ നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഘട്ടത്തിലും നമ്മെ താങ്ങി നടത്തുന്ന ദൈവം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അവന് എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയൊക്കെ നമുക്ക് അർപ്പിക്കാം. നമുക്ക് ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം നമ്മളിൽ ഓരോരുത്തരുടെ ക്രിയ ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും ഓർത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. അതിലൂടെ ഹല്ലേലൂയ എൻ്റെ ദൈവത്തെ സ്തുതിപ്പാനും പുകഴ്ത്തുവാനും ഒക്കെ എല്ലാവരും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനകളുടെ സ്തോത്രം. സകല യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.